ഗൈസ് എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് വില്ലേജ് കണ്ടുപിടിക്കാനാണ്. വില്ലേജ് കണ്ടുപിടിക്കുന്നതെന്ന് വെച്ചാൽ ഇത് വില്ലേജർ ബ്രീഡർ ഉണ്ടാക്കാനല്ലേ. ഇപ്പോൾ ആദ്യം വില്ലേജർ ബ്രീഡർ ഉണ്ടാക്കേണ്ട ആവശ്യം നമുക്ക് വെച്ചാൽ നമുക്ക് ഒരു വില്ലേജ് കണ്ടുപിടിച്ച് വില്ലേജ് മൊത്തമായിട്ടൊന്ന് ലൂട്ടണം. വില്ലേജ് ലൂട്ടുമ്പോഴുള്ള ഗുണം എന്ന് വെച്ചാൽ വില്ലേജിൽ നിന്ന് കുറേ ഫുഡ്, ക്യാരറ്റ്, പൊട്ടാറ്റോ അങ്ങനത്തെ ഫുഡ് ഐറ്റംസ് കിട്ടും. നമ്മൾക്ക് ഈ വീറ്റ് വളരാന്ന് വെച്ചാൽ നല്ല സമയമെടുക്കും. ഈ ആടും വളർന്ന് വണ്ണം വെക്കാൻ ഇത്തിരി സമയമെടുക്കും. പക്ഷേ ക്യാരറ്റും പൊട്ടാറ്റോ പെട്ടെന്ന് വളരും. ഈ വീറ്റ് നമ്മൾ തന്നെ ബ്രെഡ് ആക്കണം. പക്ഷേ ക്യാരറ്റും പൊട്ടാറ്റോ സിമ്പിളായിട്ട് നമുക്ക് ഫാം ചെയ്യാനാവുന്ന രണ്ട് ഫുഡ് ഐറ്റംസാണ്. പക്ഷേ അതിനായിട്ട് നമുക്ക് ആദ്യം ഒരു വില്ലേജ് കണ്ടുപിടിക്കണം. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഗോൾ എന്ന് വെച്ചാൽ ഒരു വില്ലേജ് കണ്ടുപിടിക്കുക എന്നതാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. അതിന് മുന്നേ നമുക്ക് ഈ ബെഡൊന്ന് മുറിച്ചെടുക്കണം. ബെഡ് മുറിച്ചെടുക്കാനല്ല, ബെഡ് ഒന്ന് പൊട്ടിക്കണം. കാരണം വെച്ചാൽ രാത്രി നമുക്കൊന്ന് ഉറങ്ങണമെങ്കിൽ ഈ ബെഡ് ആവശ്യമുണ്ട്. അപ്പോൾ നമുക്ക് ഈ ബെഡൊന്ന് പൊട്ടിക്കാം. ഇനി ഒരു ബോട്ട് ഉണ്ടാക്കണം. ബോട്ട് ഉണ്ടാക്കാൻ്റെ മരം നിൽപ്പില്ല. അപ്പോൾ ഗൈസ് ഈ മരം ഒന്ന് മുറിച്ചോട്ട്, മരം മുറിച്ചിട്ട് എനിക്ക് കാണാം. ഗൈസ് മരം മുറിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ബോട്ട് ഉണ്ടാക്കാം. ബോട്ട് ഉണ്ടാക്കാൻ വളരെ സിമ്പിളാണ്. നമുക്കങ്ങനെ ഒരു ബോട്ട് ഉണ്ടാക്കാം. ഗൈസ് അങ്ങനെ നമ്മളൊരു ബോട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. നമ്മൾ ആദ്യത്തെ ഒരു ബോട്ട്. ഇനി ഈ ബോട്ട് വെച്ചിട്ട് വേണം നമുക്ക് കുറേ ദൂരം സഞ്ചരിക്കാൻ. അപ്പോൾ ഇനി ഒട്ടും വൈകിക്കുന്നില്ല, നമുക്ക് നേരെ പോവാം. ഗൈസ് അങ്ങനെ നമുക്ക് ബോട്ട് ഇട്ടിട്ടുണ്ട്. ഇനി ബോട്ടിൽ പോവാം. ഇനി ഇപ്പോൾ കുറേ ദൂരം നമ്മളിങ്ങനെ നീന്തൽ തന്നെ ഇരിക്കും. നീന്തി ഒന്നും അങ്ങനെ കാണിച്ച് വീഡിയോ വെറുതെ ഇതാക്കുന്നില്ല. അങ്ങനെ എന്തെങ്കിലും വല്ല ഇൻട്രസ്റ്റ് ആയിട്ട് കണ്ടില്ലെങ്കിൽ ഗൈസ് ഇനി ഞാൻ നിങ്ങളെ കാണിക്കാം. അപ്പോൾ ഇനി ഒരു കാര്യത്തിന് ഒരു ഐലൻഡ് എത്തുന്ന ഇതേപോലെ നീന്തലായിരിക്കും. പിന്നെ ഒരു ഐലൻഡ് എത്തിച്ച് കാണിക്കാം ഗൈസ്. അങ്ങനെ നമ്മൾ കുറച്ച് ദൂരം നീന്തിയപ്പോൾ നമ്മൾ ജംഗിൾ ബയോം കണ്ടുപിടിച്ചിട്ടുണ്ട്. ഈ ജംഗിൾ ബയോം എന്ന് കിട്ടുന്ന മെയിനായിട്ടുള്ള രണ്ട് കാര്യം എന്ന് വെച്ചാൽ ഒന്ന് ഈ മുളയായിരിക്കും. ഈ മുളേനെ കൊണ്ട് നമുക്ക് കുറേ ഉപയോഗമുണ്ട്. അതിൽ വരുന്ന വീഡിയോസിൽ ഞാൻ കാണിക്കുന്നതാണ് ഗൈസ്. അപ്പോൾ നമുക്ക് ഈ മുളയൊന്ന് പൊട്ടിച്ചെടുക്കാം. അതുകൂടാതെ പിന്നെ ഈ ജംഗിൾ ബയോമിൽ എന്ന് വെച്ചാൽ നമുക്ക് കുറച്ച് മെലൻസ് കിട്ടും. ഈ മെലൻസ് എന്ന് വെച്ചാൽ ആദ്യം കുറച്ച് നല്ലൊരു ഫുഡായിരിക്കും. കാരണം വെച്ചാൽ ഒന്ന് പൊട്ടിച്ചാൽ തന്നെ കണ്ടില്ല ഗൈസ്, കുറേ ഫുഡ് ഐറ്റംസ് കിട്ടും ഈ ഒരു ഒറ്റ വാട്ടർമെലണ്. നമുക്കിത് കുറച്ചൊന്ന് പൊട്ടിച്ചെടുക്കാം. അപ്പോൾ എന്ന് വെച്ചാൽ നമുക്ക് ഫുഡിന് അത്യാവശ്യം നല്ല ഫുഡ് ഉണ്ടാവും. നമുക്ക് പോകേണ്ട ദൂരം മൊത്തം എത്തേണ്ട ഫുഡിൽ നിന്ന് കിട്ടും. പിന്നെ ജംഗിളിൻ്റെ സാപ്ലിങ്സും പൊട്ടിച്ച് എടുത്തിട്ട് ബാക്കി ദൂരം പോവാം. അപ്പം ഞാൻ ഇതിൽ നിന്ന് 4 സാപ്ലിങ്സ് ഒന്ന് ഒപ്പിച്ചോട്ട്. ഈ സാധനം കണ്ടില്ല, ഇതിൽ നിന്ന് നമുക്ക് ഡൈ ഉണ്ടാക്കാം. അപ്പോൾ ഇനി ഇതിൻ്റെ 4 സാപ്ലിങ്സ് എടുത്തിട്ട് ഇനി ഞാൻ ഗൈസ് നിങ്ങളെ കാണിക്കാം. ഗൈസ് നമ്മൾ ജംഗിളിൽ നിന്ന് 4 സാപ്ലിങ്സും പൊട്ടിച്ചെടുത്തപ്പോൾ തന്നെ നമ്മൾ ഈ അടുത്ത് തന്നെ ഒരു ഡെസേർട്ടും കിട്ടീന്. നിങ്ങളതിൻ്റെ കോർഡിനേറ്റ്സ് കണ്ടാൽ മനസ്സിലാവും. അത്യാവശ്യം അടുത്ത് തന്നെയായിരുന്നു ഈ ഡെസേർട്ട് കിട്ടുന്നതോടൊപ്പം തന്നെ നമുക്കൊരു ഡെസേർട്ട് ടെമ്പിളും കിട്ടിയിട്ടുണ്ട്. ഇത് വെച്ചാൽ ഡെസേർട്ട് കിട്ടിയത് വളരെ ഉപയോഗമാണ്. കാരണം വെച്ചാൽ ഇനി നമുക്ക് ഗ്ലാസ് കിട്ടാൻ അത്ര വലിയ ക്ഷാമം ഉണ്ടാവില്ല. കാരണം വെച്ചാൽ ഡെസേർട്ടിന് നമുക്ക് എത്ര വേണമെങ്കിൽ സാൻഡ് എടുക്കാം. അതുകൊണ്ട് ഇനി സാൻഡിന് വലിയ ക്ഷാമം ഉണ്ടാവില്ല. അതുപോലെ തന്നെ നമ്മൾ ഈ ഡെസേർട്ട് ലൂട്ട് ചെയ്യുമ്പോൾ ഒരിക്കലും വയലറ്റ് കളറുള്ള ബ്ലോക്ക് പൊട്ടിച്ചിട്ട് നേരത്തെ നമ്മൾ അടിയിലേക്ക് തുള്ളറ്. കാരണം വെച്ചാൽ ആ പ്ലഷർ പ്ലേറ്റിലൊക്കെ വീണ് കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിലെ TNT അയച്ച് മൊത്തം ഇത് പൊട്ടിത്തെറിക്കും. അപ്പോൾ ഒരിക്കലും നിങ്ങൾ എടുത്തു ചാടി ഡെസേർട്ട് ടെമ്പിൾ ലൂട്ട് ചെയ്യാൻ പാടില്ല. അതുപോലെ തന്നെ ഗൈസ് നിങ്ങൾക്ക് കണ്ടില്ലേ, ഇത് അത്യാവശ്യം നല്ലൊരു ബോണ് കിട്ടി. പിന്നെ എനിക്ക് 2 ആർമർ ഡ്രില്ല് കിട്ടി. അത്യാവശ്യം നല്ല ബോണും കിട്ടിയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ നമുക്ക് ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത് അത്യാവശ്യം നല്ല ദിവസം തന്നെയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഡെസേർട്ട് ടെമ്പിൾ കിട്ടി, ഡെസേർട്ട് കിട്ടി, പിന്നെ അതുപോലെ തന്നെ ജംഗിൾ ബയോം കിട്ടി ഗൈസ്. പിന്നെ റോസ് ആർമർ ഇത് നമുക്ക് ക്രാഫ്റ്റ് ചെയ്യാനാവില്ല. പിന്നെ ഒരു 5 ഡയപ്പിളും കിട്ടി. ഇത് നമുക്ക് ക്രാഫ്റ്റ് ചെയ്യാനാവില്ല. അത് രണ്ടും നല്ലതാണ്. പിന്നെ കുറച്ച് അയണും ഉണ്ട്, കുറച്ചും കൂടി ബോണും ഉണ്ട്. ഇതെല്ലാം എടുക്കുക ഗൈസ്. ഇനി നമുക്ക് ഇതിൻ്റെ ഉള്ളിലെ ട്രാപ്പ് എന്നാൽ ഞാൻ കാണിക്കാം. അതിന് മുന്നേ ഇതൊന്ന് മൊത്തമായിട്ടൊന്ന് ഞാൻ ലൂട്ട് ചെയ്തോട്ട് ഗൈസ്. പിന്നെ വെച്ചാൽ ഇന്നത്തെ ദിവസം എന്ന് പറഞ്ഞത് അത്യാവശ്യം നല്ല ദിവസം തന്നെയാണ്. കാരണം എന്ന് വെച്ചാൽ നമുക്ക് അത്യാവശ്യം നോക്കി വന്ന വില്ലേജ് മാത്രമേ ഏറ്റവും കിട്ടിയിട്ടില്ലെങ്കിലും നോക്കാണ്ട് വന്ന പലതും നമുക്കിന്ന് കിട്ടിയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഇന്നത്തെ ദിവസം എന്ന് വെച്ചാൽ നല്ലൊരു ദിവസം തന്നെയാണ്. അങ്ങനെ ഗൈസ് ഇനി ഞാൻ അതിൻ്റെ ഉള്ളിലെ ട്രാപ്പ് കാണിച്ചാൽ ഗൈസ്, ഇതാണ് നമ്മൾ നേരത്തെ കണ്ട ഇത് പ്ലഷർ പ്ലേറ്റ് പൊട്ടിച്ചില്ലെങ്കിൽ ഈ TNT ആയിട്ട് മൊത്തം പൊട്ടിത്തെറിച്ച് നമ്മൾ ചാവുമായിരുന്നു. ഞാൻ ആദ്യം കളിച്ചപ്പോൾ കുറേ വട്ടം ചത്തില്ലെങ്കിലും പിന്നെ എനിക്കിത് മനസ്സിലായത്
ഇപ്പോൾ അറിയാത്ത നിങ്ങൾ ഈ വീഡിയോ കാണുന്ന ആർക്കെങ്കിലും അറിയാത്തുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവട്ടെ വെച്ചിട്ടാണ് ഗൈസ് ഞാൻ ഇപ്പോൾ പറഞ്ഞത്. അപ്പോൾ ഈ തീവണ്ടി എടുത്തിട്ടുണ്ട് ഗൈസ്. ഇനി നമുക്ക് നേരെ മേലോട്ടേക്ക് പില്ലർ ചെയ്ത് പോയിട്ട് നേരെ വില്ലേജ് കണ്ടുപിടിക്കാനാവും നോക്കാം ഗൈസ്. നമുക്ക് ഈ ചെടി മുള്ള ചെടി നമുക്കൊന്ന് പൊട്ടിച്ചെടുക്കാം. കാരണം എന്ന് വെച്ചാൽ ഈ മുള്ള ചെടീനെ കൊണ്ട് നമുക്ക് ഡൈ ഉണ്ടാക്കാം. അത് നല്ലൊരു കാര്യം തന്നെയാണ്. ഈ ഡെസേർട്ട് ടെമ്പിളൊന്ന് ലൂട്ട് ചെയ്തപ്പോൾ നമുക്ക് ഇത്രയും സാധനങ്ങൾ കിട്ടിയിട്ടുണ്ട്. നമ്മൾ ഇൻവെൻട്രി ഫുള്ള് ഒരു സീനായിട്ടുണ്ട്. കാരണം ഇൻവെൻട്രി വട്ടം നമുക്ക് നിറയോ. നമുക്കൊന്ന് ഇൻവെൻട്രി സോർട്ടാക്കാനും കൂടി ഗൈസ്. പിന്നെ ഞാൻ 2500 നിങ്ങളെൻ്റെ കോർഡിനേറ്റ്സ് കണ്ടിട്ടില്ല, -2500 വരെ വന്നു. അതിനായിട്ട് എനിക്കൊരു ഒറ്റ വില്ലേജ് കണ്ടുപിടിക്കാനായില്ല. പക്ഷേ ഗൈസ് വില്ലേജ് പിന്നെ ഒരു ദിവസത്തേക്ക് കണ്ടുപിടിക്കേണ്ടി വരുന്നിരിക്കുന്നത്. ഞാൻ റോയിൻ്റെ റിപ്പോർട്ടെല്ലാം കൂടി ലൂട്ട് ചെയ്തിട്ട് നമുക്ക് നെക്സ്റ്റ് എന്നാൽ വീട്ടിലേക്ക് പോകാൻ നോക്കാം. കാരണം വെച്ചാൽ ഇന്ന് ഞാൻ കുറേ സമയം വീഡിയോ റെക്കോർഡ് ചെയ്യാൻ തുടങ്ങിയിട്ട് അതിനായിട്ട് ഒരൊറ്റ വില്ലേജ് മാത്രം കിട്ടിയിട്ടില്ല, ബാക്കിയെല്ലാം കിട്ടി ഗൈസ്. അങ്ങനെയെങ്കിൽ ഇനി വീട്ടിലെത്തിയിട്ട് കാണാം. അതിന് മുന്നേ വില്ലേജ് കണ്ടുപിടിക്കാനായിരുന്നെങ്കിൽ ഗൈസ് ഞാൻ നിങ്ങളെ കാണിക്കുന്നതായിരിക്കും ഗൈസ്. അങ്ങനെ നമ്മൾ പിന്നെയും കുറച്ചും കൂടി ഇങ്ങനെ നടന്നു പോകുമ്പോഴായിരുന്നു നമ്മൾ വേറെ ഡെസേർട്ട് ടെമ്പിളും കൂടി കണ്ടത്. നമുക്ക് ഈ ഡെസേർട്ട് ടെമ്പിൾ കൂടി ഒന്ന് ഗൈസ്. അതെന്നാ ഇപ്പോൾ സംഭവിച്ചേ? വേഗം ക്രീപ്പറല്ലേ പൊട്ടിത്തെറിച്ചേ എൻ്റെ ഗൈസ്. ഇപ്പം നമ്മൾ ചത്തേനെ. ഭാഗ്യമുള്ളതുകൊണ്ട് നമ്മൾ ചത്തില്ല. പക്ഷേ എന്ത് പറയാനാന്ന് നോക്കണേ ഗൈസ്. നമുക്കിന്ന് ലക്ക് എന്ന് പറഞ്ഞാൽ നല്ല ലക്ക് ഉണ്ടെങ്കിലും ഇങ്ങനത്തെ ചില ഭാഗ്യമില്ലാത്ത സംഭവം ഉണ്ടാവും. കാരണം വെച്ചാൽ ഇപ്പം നമ്മൾ ചത്തുപോയേനെ ഗൈസ്. ഇനി ഡെസേർട്ട് ടെമ്പിളിൻ്റെ താഴെ എത്തിയിട്ട് ഞാൻ നിങ്ങളെ കാണിക്കാം ഗൈസ്. ഞാൻ ഈ ഡെസേർട്ട് ടെമ്പിൾ ലൂട്ട് ചെയ്തു. വലിയ ഇൻട്രസ്റ്റ് ആയിട്ടുള്ള വലിയ കാര്യങ്ങളൊന്നും കിട്ടിയിട്ടില്ല. കാരണം വെച്ചാൽ നേരത്തെ കിട്ടിയതേ ലൂട്ട് തന്നെ കിട്ടിയ 2 ആർമർ ഡ്രില്ലും കൂടി കിട്ടിയിട്ടുണ്ട്. വേറെ വലിയ സംഭവമൊന്നും ഉണ്ടായില്ല ഗൈസ്. എന്തായാലും ഇന്ന് വില്ലേജ് കണ്ടുപിടിക്കാൻ തോന്നുന്നില്ല. കാരണം ഇനി വില്ലേജും കൂടി കണ്ടുപിടിച്ചിട്ട് ലൂട്ട് ചെയ്യുന്നാൽ നമ്മുടെ വീഡിയോ വല്ലാത്ത ലേഗും കൂടിയാവും. അതുമാത്രമല്ല ഗൈസ്, നമ്മളങ്ങനെ നടന്നു പോകുമ്പോൾ നമുക്ക് സഫാന ബയോമും കിട്ടിയിട്ടുണ്ട് ഗൈസ്. ഒരുപാട് ബയോമ് കിട്ടി, പക്ഷെ ഒരൊറ്റ വില്ലേജ് കിട്ടിയിട്ടില്ല. എന്തായാലും സഫാന കണ്ടുപിടിച്ച് അതുകൊണ്ട് ഈ സഫാനയിലെ ബയോമിലെ ട്രീൻ്റെ സാപ്ലിങ്സ് എടുത്തിട്ട് നമുക്ക് നേരെ വീട്ടിലേക്ക് പോവാം. വീട്ടിൽ പോകുന്ന വഴിക്കല്ല വില്ലേജും കണ്ടിട്ട് ഞങ്ങളെ കാണിക്കുന്നതായിരിക്കും ഗൈസ്. ഒരു സേഡ് ന്യൂസ് ഉണ്ട് ഗൈസ്. ഞാൻ ബയോംസ് എല്ലാം കടിച്ച് ലൂട്ടെല്ലാം കൊണ്ട് വേഗം സേഫായിട്ട് വീട്ടിലേക്ക് വെച്ചിട്ട് വരുന്നുണ്ട്. അങ്ങനെ ജംഗിൾ ബയോമിലൊരു വേവ് ഉണ്ടായിരുന്നു. ഞാൻ നോക്കാണ്ട് വേഗം ഓടി വരുന്നത് ടെൻഷനും പറഞ്ഞിട്ട് വീട്ടിലെത്തുന്ന കഴിച്ചിട്ട് നോക്കുമ്പോൾ അന്നേരം വീഡിയോ റെക്കോർഡ് വല്ലായിരുന്നു. ഒരു കേവിൻ്റെ ഉള്ളിൽ പോയി അപ്പം ചത്ത് കഴിച്ചിട്ടുള്ള ഏതാ കോർഡിനേറ്റെന്ന് അറിയില്ല. ഞാൻ പിന്നെയും പോയി ജംഗിൾ പോയിട്ട് മൊത്തം പരത്തി എനിക്ക് ലൂട്ടൊന്നും കിട്ടിയില്ല. അങ്ങനെ എൻ്റെ കണ്ടുപിടിച്ച ആർമർ ഡ്രില്ലും എല്ലാം പോയിട്ടുണ്ട് ഗൈസ്. അങ്ങനെ സാധനങ്ങളെല്ലാം ഡീസ്പോൺ അതിനകത്തുണ്ട് ഗൈസ്. പിന്നെയും പോയി എല്ലാം നോക്കി, ഒന്നും കിട്ടിയിട്ടില്ല. ഇനി വരുന്ന അടുത്ത വീഡിയോയിൽ വില്ലേജ് കണ്ടുപിടിക്കാനാവും നോക്കട്ടെ ഗൈസ്. അങ്ങനെ